നമ്മളെടുക്കുന്ന ബ്രേക്ക്ഔട്ട് ട്രേഡുകൾ ഫെയിൽ ആവാറുണ്ടോ? അതുപോലെ തന്നെ നമ്മളൊരു ട്രേഡിൽ എൻ്റർ ആയതിനു ശേഷം മാർക്കറ്റ് മൊമെൻറ്റം തരാതിരിക്കാറുണ്ടോ? ഒരു വലിയ മൊമെൻറ്റം മാർക്കറ്റിൽ സംഭവിക്കുന്നത് എപ്പോഴെങ്കിലും മുൻകൂട്ടി നമുക്ക് അറിയാൻ കഴിയുമോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ സിമ്പിളും ഹൈ വിൻ റേറ്റും ഉള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഹലോ എവരിവൺ, മൈ നെയിം ഈസ് അഫ്നാസ്. വെൽക്കം ബാക്ക് വിത്ത് എ ന്യൂ ലേണിംഗ് വീഡിയോ. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ്. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സിനെ ഒരു ബൈ സെല്ല് സിഗ്നൽ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യരുത്. കാര്യം ഇൻഡിക്കേറ്റേഴ്സ് ഒരിക്കലും ഒരു പ്യുവർ ബൈ സെൽ സിഗ്നൽ അല്ല. എപ്പോഴും ഇൻഡിക്കേറ്റേഴ്സ് എന്തെങ്കിലും ഒരു കാര്യത്തെ അല്ലാണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ട്രേഡുകളെ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ട്രെങ്ത് അങ്ങനെയുള്ള പല ഫാക്ടേഴ്സിനെയും ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകം മാത്രമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ തിരിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻഡിക്കേറ്റർ ഇടും. അതെന്തിനാണ്? ബാക്കിലുള്ളവർക്ക് ആ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്ന്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഐദർ ലെഫ്റ്റിലോട്ട് അല്ലെങ്കിൽ റൈറ്റിലോട്ട് തിരിയുന്നു എന്ന് നമ്മൾ ബാക്കിലുള്ളവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഇൻഡിക്കേഷൻ ആണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ പല ഇൻഡിക്കേറ്റേഴ്സും അവൈലബിൾ ആണ്. നമുക്കൊരു മൊമെന്റം നടക്കുന്നതിന് മുമ്പ്, അതല്ലാന്നുണ്ടെങ്കിൽ ചില ഇൻഡിക്കേറ്റേഴ്സ് ലാഗിങ് ആയിരിക്കാം, ചിലത് പറഞ്ഞ പോലെ നമുക്ക് മൊമെന്റം നടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഒരു ഇൻഡിക്കേഷൻസ് കിട്ടും. അങ്ങനെ തുടങ്ങി ഒരുപാട് തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് RSI, അതല്ലാന്നുണ്ടെങ്കിൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ആ ഒരു ടൂളിനെ പറ്റിയാണ്. സോ ബേസിക്കലി ഈ ഒരു ടൂള് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൊമെന്റത്തിന്റെ സ്ട്രെങ്ത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയുടെ തന്നെ എക്സാമ്പിൾ എടുക്കാം. സോ നമ്മളൊരു വണ്ടിയുടെ ആ ഒരു റേഞ്ച്, സ്പീഡ് റേഞ്ച് നമ്മളൊരു 20-ലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞൊരു സ്പീഡ് റേഞ്ച് ആണെന്ന് പറയാൻ പറ്റും. നമ്മളൊരു ആവറേജ് ഒരു ഈ പറഞ്ഞ എക്കണോമി എന്ന് പറയുന്നത് ഒരു 40 to 60 വരെയൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എക്കണോമി ആണെന്ന് പറയാൻ പറ്റും. നേരെ മറിച്ച് നമ്മളൊരു 100-ന് മുകളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും എന്താണ്? ഹൈ സ്പീഡ് ആണെന്ന് പറയാൻ പറ്റും. ഈ ഒരു സംഭവം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈഡ് ആയി വെക്കുക. ഇത്രമാത്രം. ഇതൊന്നുമായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ സെയിം ഒരു സിസ്റ്റം ഈ പറഞ്ഞ RSIയുടെ അകത്തും നിങ്ങൾക്ക് കാണാം. അതായത് മെയിൻലി RSI 3 തരത്തിലുള്ള ഇൻഡിക്കേഷൻസ് ആണ് നമുക്ക് തരുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു ഇതൊരു സ്ട്രെങ്ത് നമുക്ക് പറഞ്ഞു തരുന്നൊരു ഈ പറഞ്ഞ ടൂൾ ആണ് എന്നുള്ളത്. സോ RSI നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 40, അതുപോലെ തന്നെ 60 എന്നുള്ള റേഞ്ചുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഒരു സംഭവം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. സോ എന്താണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് എപ്പോഴാണോ 70-ന് മുകളിൽ പോകുന്നത്, 60 ബ്രേക്ക് ചെയ്ത് 70-ന് മുകളിൽ പോകുന്നത്, ആ ഒരു സമയത്ത് മാർക്കറ്റിനെ നമ്മൾ ഓവർ ബോട്ട് എന്ന് വിളിക്കും. ഓക്കെ. അതുപോലെ തന്നെ മാർക്കറ്റ് എപ്പോഴാണോ 40 എന്നുള്ള ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുന്നത്, ആ ഒരു സമയത്ത് നമ്മൾ അതിനെ ഓവർ സോൾഡ് എന്ന് വിളിക്കും. ഇനി ഈ രണ്ട് റേഞ്ചിന്റെ അകത്ത് മാർക്കറ്റ് മൊമെന്റം തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡ് വേസ് എന്ന് വിളിക്കും. ഓക്കെ. സോ ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈഡ് ആയി വെക്കുക. ഇതുകൊണ്ടാണ് ഞാൻ പ്രീവിയസ്ലി ആ ഒരു വാഹനത്തിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നത്. കാര്യം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു ഇൻഡിക്കേറ്റർ കൊണ്ട് നമുക്കുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു മൊമെന്റം നടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടാണ്. ഓക്കെ. നമുക്കൊരു ബൈ സൈഡിലോട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാണ്. സോ നമ്മൾ RSI ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. സോ RSIയുടെ ആ ഒരു ലൈൻ ഈ പറഞ്ഞ 60-നെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം? 60-നെ എപ്പോഴും RSI ബ്രേക്ക് ചെയ്യുന്നു, നമുക്ക് അതിനുശേഷം നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് അല്ലാണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് മൊമെന്റം മാർക്കറ്റിൽ വരാനുണ്ട് എന്ന് നമുക്ക് ഒരു ഇൻഡിക്കേഷൻ ആണത്. ഒരു സ്ട്രെങ്ത് മാർക്കറ്റിൽ വരുന്നു എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് എപ്പോഴും ഈ പറഞ്ഞ 60 എന്നുള്ള ലെവല് ഈ പറഞ്ഞ RSI ബ്രേക്ക് ചെയ്യുന്നത്. ഇത് ബൈ സൈഡിലോട്ടുള്ള എക്സാമ്പിൾ ആയി. ഓക്കെ. അതുപോലെ തന്നെ സെൽ സൈഡിലോട്ട് 40 എന്നുള്ള റേഞ്ച് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ സെൽ സൈഡിലോട്ട് നമുക്കൊരു ബ്രേക്ക് ഡൗൺ ആവാണ്, ഒരു ഈ പറഞ്ഞ സപ്പോർട്ട് ബ്രേക്ക് ആവാണ്. സോ നമുക്ക് ഈ RSIയുടെ ഈ പറഞ്ഞ ലൈനുകളിലൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ RSI കൂടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മളൊരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എന്ത് കിട്ടും? ഒരു കോൺഫിഡൻസ് കിട്ടും ആ ഒരു ട്രേഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ.
സോ RSI നമുക്ക് അതെങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു ബ്രേക്ക്ഔട്ട്, ഒരു സപ്പോർട്ടിന്റെ ബ്രേക്ക്ഔട്ട് നമുക്ക് ലഭിച്ചു. അതേപോലെ തന്നെ RSIയിൽ 40 എന്നുള്ള റേഞ്ച്, ഈ പറഞ്ഞ RSI ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ കൺഫർമേഷൻസ് കിട്ടി. ആദ്യത്തെ കൺഫർമേഷൻ പ്രൈസ് ആക്ഷനിൽ നമുക്ക് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ആയി, ആ ഒരു ബ്രേക്ക് ആയിട്ടുള്ള അത് നമുക്ക് കൺഫർമേഷൻ എവിടെ കിട്ടി? ഈ RSI ഇൻഡിക്കേറ്റ് ചെയ്ത് നമുക്ക് കൺഫർമേഷൻ തന്നു. ഒരു റിയൽ എക്സാമ്പിൾ, അതായത് ഞാൻ ഇന്ന് മാർക്കറ്റിൽ ലൈവിൽ എടുത്ത ഒരു ട്രേഡ് ഉണ്ട്. ആ ഒരു ട്രേഡിന്റെ അകത്ത് ഒരു റിയൽ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. കാര്യം ആ ഒരു ട്രേഡ് വെച്ച് പെർഫെക്റ്റ്ലി നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ ട്രേഡ് തന്നെ ആയതുകൊണ്ട് നിങ്ങൾ ആ ഒരു ലൈവ് കണ്ട എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും എത്രത്തോളം വർക്കിംഗ് ആണെന്ന്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ബിറ്റ്കോയിനിൽ രാവിലെ ഈ പറഞ്ഞ ലൈവ് സെഷനിൽ ഒരു ട്രേഡ് എടുത്തായിരുന്നു. ഈ ഒരു ബ്രേക്ക്ഔട്ട് ആയിരുന്നു ആ ഒരു ട്രേഡ്. സോ കുറെ പേര് ഇത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഗുഡ്. സോ ഈ ഒരു ബ്രേക്ക്ഔട്ട് ബേസിക്കലി ഞാൻ ഇൻഡിക്കേറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാറില്ല. കാര്യം ഞാൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിൽ ഈ പറഞ്ഞ പ്യൂർ പ്രൈസ് ആക്ഷൻസ് ആണ് നിലവിൽ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്റെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ബട്ട് പ്രീവിയസ്ലി ഞാൻ മാർക്കറ്റിൽ വരുന്ന സമയത്ത് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് മാറി യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഒരിക്കലും ഇൻഡിക്കേറ്റേഴ്സ് ഒരിക്കലും നിങ്ങൾക്ക് റിസൾട്ട് തരില്ല എന്നോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ആർക്കും പറയാൻ പറ്റില്ല. എല്ലാ ഇൻഡിക്കേറ്റേഴ്സും അതിൻ്റെതായ വിന്നിംഗ് പെർസെന്റേജ് ഉണ്ട്. ബട്ട് നമ്മളത് എഫക്റ്റീവ്ലി യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒന്ന് രണ്ട് പാർട്ടുകളുടെ കൂടെ നമ്മൾ കൺഫർമേഷൻ എടുത്തുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടൈമിലോട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ആവാൻ പറ്റും. ഈ RSI എന്ന് പറയുന്ന ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഒരുപാട് പേര് വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റും. സോ RSI നമുക്ക് എങ്ങനെ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചാർട്ടിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് വരുന്ന സെർച്ച് ബാറിൽ നമ്മൾ എന്ത് ക്ലിക്ക് ചെയ്യുക, ടൈപ്പ് ചെയ്യുക RSI എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക. നമുക്ക് ഇവിടെ കാണും റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്നുള്ളത്. സോ ജസ്റ്റ് നമ്മളത് ആഡ് ചെയ്യാം. ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ സെറ്റിംഗ്സിൽ പോയി നിങ്ങൾ ഇവിടെ അതായത് RSIയുടെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് സ്റ്റൈലിന്റെ താഴെ ബൈ ഡിഫോൾട്ടിൽ 70, 30 എന്നുള്ള റേഞ്ചസ് നിങ്ങൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് RSI അപ്പർ ബാൻഡ് ലോവർ ബാൻഡ് അത് 70, 30 എന്നായിരിക്കും ബൈ ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക. അത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യുക. അതിന് പകരം 60, 40 എന്നാക്കുക. ഓക്കെ, 60, 40 എനിക്ക് ഓക്കെ ചെയ്യാം. ബാക്കിയൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഈ പറഞ്ഞ RSIയുടെ ആ ഒരു ചാർട്ടിലോട്ട് വരാം. നമ്മൾ ഓൾറെഡി സംസാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഒന്നുകൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ RSI എപ്പോഴും ഈ പറഞ്ഞ ഇവിടെ നമുക്ക് RSIയുടെ ആ ഒരു ഏരിയാസ് നമുക്ക് കാണാൻ പറ്റും. 60 എന്നുള്ള റേഞ്ച്, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് 40 എന്നുള്ള റേഞ്ച് ആണ്. ഇവിടെ നിങ്ങൾക്ക് 60 എന്നുള്ള റേഞ്ച് ആണ്, 40 എന്നുള്ള റേഞ്ച് ആണ്. അതിന്റെ സെന്റർ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു റേഞ്ച് കാണാം. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? എപ്പോഴാണോ മാർക്കറ്റ് 60നെ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ അതൊരു അപ്പ് മൂവ്മെന്റ്, അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ സ്ട്രെങ്ത് ഉണ്ട് എന്ന് കാണിക്കുന്നു. ഓക്കെ, ബുള്ളിഷ് സൈഡിലോട്ട് സ്ട്രെങ്ത് ഉണ്ട് എന്ന് നമുക്ക് കാണിക്കുന്നു. ഈ ഒരു റേഞ്ചിന്റെ 40, 60ന്റെ റേഞ്ചിന്റെ അകത്ത് മാർക്കറ്റ് എപ്പോഴും ട്രേഡ് ചെയ്യുന്നു അത് സൈഡ് വേസ് ആണെന്ന് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. എപ്പോഴാണോ ഈ 40 എന്നുള്ള റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുന്നത് ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ഇൻഡിക്കേഷൻ കിട്ടും? മാർക്കറ്റ് സെൽ സൈഡിലോട്ട് ഈ പറഞ്ഞ സ്ട്രെങ്ത് ഉണ്ട് എന്ന് ഇൻഡിക്കേഷൻ കിട്ടും. സോ ഇന്നത്തെ ആ ഒരു ട്രേഡിലോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഓൾസോ നമ്മൾ ആഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു ആ ഒരു ട്രേഡ്, ഈ ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡ്. സോ ബ്രേക്ക്ഔട്ട് കിട്ടിയ ക്യാൻഡിൽ ഏതാണ്? ഇവിടെ ഇതാണല്ലോ ബ്രേക്ക്ഔട്ട് കിട്ടിയ ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിൽ ഇതാണല്ലോ ബ്രേക്ക്ഔട്ട് കിട്ടിയ ക്യാൻഡിൽ. സോ നമ്മൾ അതിന്റെ നേരെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്ക്ഔട്ട് സംഭവിക്കുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? RSI ഓൾസോ ഇവിടെ കാണാൻ പറ്റും. 60 എന്നുള്ള റേഞ്ച് RSI ഓൾസോ നമുക്ക് ബ്രേക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഈ പറഞ്ഞ ട്രെൻഡ് ലൈനിന്റെ ബ്രേക്ക്ഔട്ട് നമുക്ക് കിട്ടുന്നു. RSI ഓൾസോ നമുക്ക് ഇൻഡിക്കേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കൺഫേം കിട്ടുകയാണ്, ഒന്നുകൂടെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഹൈ ആവാണ്. നമ്മൾ ഈ ഒരു ട്രേഡിൽ എന്താണ് റൈറ്റ് സൈഡിലോട്ടാണ് പോകുന്നത് എന്നുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഡയറക്റ്റ് വരക്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്
കണക്കായിട്ടുള്ള ആ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബ്രേക്ക്ഔട്ട് ക്യാൻഡിലാണ്. സോ സിംപിളി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ടൂളാണ്, പക്ഷെ ഹൈലി ഹൈലി പൊട്ടൻഷ്യൽ ഉള്ള മറ്റൊരു ടൂളാണ്. സോ ഈ ഒരു ടൂളിന്റെ ഈ പറഞ്ഞ എൻട്രി അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്ട്രെങ്ത് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നുള്ളത് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഓർക്കുക, ഒരു കാരണവശാലും ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ ഒരു ബൈസെൽ സിസ്റ്റമായി കാണരുത്. നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി അല്ലാന്നുണ്ടെങ്കിൽ തിയറി എന്തെങ്കിലും ഒന്നിന്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ മാത്രമായിട്ട് തന്നെ ഇൻഡിക്കേറ്റേഴ്സിനെ കാണാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലോങ് ടൈമിലോട്ട് സർവൈവ് ചെയ്യാൻ പറ്റൂ. അതുപോലെ നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞ കേസാണ്, മാർക്കറ്റ് ഈ പറഞ്ഞ 70ന്റെ ഒക്കെ മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓവർ ബോട്ട് ആവും, ഈ പറഞ്ഞ 40ന്റെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഓവർ സോൾഡ് ആവും. സോ ഇങ്ങനെ വരുമ്പോഴും നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, അപ്പൊ ഓവർ ബോട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ വിൽക്കണ്ടേ എന്നുള്ള ഒരു ഡൗട്ട്. നമ്മൾ എപ്പോഴും നോക്കുക, മാർക്കറ്റ് ഇതില് വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റും. RSI വെച്ച് എടുത്ത എൻട്രികൾ നമുക്ക് രണ്ട് തരത്തിൽ എക്സിറ്റ് ആവാൻ പറ്റും. എക്സിറ്റ് പ്ലാന് എപ്പോഴും നമുക്ക് എന്താണ്, എൻട്രി പ്ലാനിനേക്കാൾ പ്രധാനമാണ്. നമ്മുടെ എക്സിറ്റ് ആവണം എൻട്രി പ്ലാനിനേക്കാൾ ട്രേഡിൽ പ്രധാനം. സോ ഒന്നുകിൽ നമുക്ക് ഒരു റെസിസ്റ്റൻസ് അല്ലാന്നുണ്ടെങ്കിൽ സപ്പോർട്ട്, ഇത് രണ്ടും ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എന്ത് ചെയ്യാൻ പറ്റും, എക്സിറ്റ് ആവാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ അടുത്തത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ, നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എത്രയാണോ അതിന്റെ റേഷ്യോയിൽ നമുക്ക് ട്രേഡ് എടുക്കാനും എക്സിറ്റ് ആവാനും പറ്റും. മൂന്നാമതൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ RSI ലെവൽസുകൾ തിരിച്ച് ബ്രേക്ക് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ, അതല്ലാന്നുണ്ടെങ്കിൽ RSIയുടെ അകത്ത് ഈ പറഞ്ഞ സ്ട്രെങ്ത് കുറയുന്നത് കണ്ടു കഴിഞ്ഞാൽ, അത് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നോക്കാം. മാർക്കറ്റ് ഹയർ ഹൈ ഉണ്ടാക്കി മുകളിലോട്ട് പോകുന്നു, മാർക്കറ്റിന്റെ മൊമെന്റം മുകളിലോട്ടാണ്. എന്നാൽ RSI നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, RSI അതേസമയം ഓപ്പോസിറ്റ് മൊമെന്റം തരാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അതായത് RSI ഓൾസോ മൊമെന്റം ഉള്ള സമയത്ത് RSI ഓൾസോ അപ്പ് മൊമെന്റത്തിൽ തന്നെ പോയി. ഒരു ടൈം ആയപ്പോൾ RSI മെല്ലെ മെല്ലെ ഈ പറഞ്ഞ രീതിയിൽ ഒരു ലോവർ മൊമെന്റം തരാൻ തുടങ്ങുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓവർ ബോട്ട് ഏരിയയിൽ കടന്ന് RSI താഴോട്ട് വരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈഡ് ആക്കാം. ആദ്യം തന്നെയുള്ള ഒരു ഇൻഡിക്കേഷൻ കിട്ടുന്നു, ഈ പറഞ്ഞ സ്ട്രെങ്ത് മാർക്കറ്റിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അത് കഴിഞ്ഞ് എപ്പോഴാണോ ഈ 60 എന്നുള്ള റേഞ്ച്, ശ്രദ്ധിക്കുക, ഈ 60 എന്നുള്ള റേഞ്ചിലോട്ട് മാർക്കറ്റ് വന്ന് അഗെയിൻ 60നെ റെസിസ്റ്റ് ചെയ്യാണ്, അഗെയിൻ 60 എന്നുള്ള മാർക്കറ്റിൽ റെസിസ്റ്റ് ചെയ്ത് താഴോട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ നിങ്ങൾക്ക് ആ ഒരു എൻട്രി എക്സിറ്റ് ആവാൻ പറ്റും. ഒന്നുകൂടെ ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നുകൂടെ ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, RSI നമ്മളൊരു ട്രേഡ് എടുക്കുന്നു. സോ കറന്റ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ RSI നമുക്ക് ഇൻഡിക്കേഷൻ തന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു ടൈം ഓഫ് പീരീഡ് ആയപ്പോഴും, ഒരു ബൈയിങ്ങിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ കാണിക്കുന്നത്, RSI ഈ ഒരു റേഞ്ചിലൊക്കെ വരുന്നു, ഈ ഒരു റേഞ്ചിലൊക്കെ വരുന്നു, അത് 60 എന്നുള്ള റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, 60 എന്നുള്ള റേഞ്ചിനെ താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ സ്ട്രെങ്ത് ഈ പറഞ്ഞ സെല്ലിംഗ് സൈഡിലോട്ട് പോയി, അതല്ലാന്നുണ്ടെങ്കിൽ സൈഡ് വേസ് ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത്. കാര്യം ഈ ഒരു റേഞ്ച് മൊത്തമായിട്ട് നമുക്ക് എന്താ അറിയാം, ഇതൊരു സൈഡ് വേസ് റേഞ്ച് ആണെന്ന് അറിയാം. പക്ഷെ 60 ബ്രേക്ക് ചെയ്ത് ഇത് ഒറ്റയടിക്ക് 40 കൂടെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ബിയറിഷ് ആയി, അല്ലെ? ലോജിക് അതാണല്ലോ. സോ നിങ്ങൾ നോക്കേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ബ്രേക്ക് ചെയ്യുമ്പോഴേ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻഡിക്കേഷൻ കിട്ടി, RSI ഈ പറഞ്ഞ സ്ട്രെങ്ത് RSIയിൽ കുറയുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കുകയാണ്, ഈ പറഞ്ഞ 60 എന്നുള്ള റേഞ്ച് മാർക്കറ്റിനെ വീണ്ടും മുകളിലോട്ട് വരുമ്പോൾ റെസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൺഫർമേഷൻ കിട്ടി മാർക്കറ്റിന്റെ സെന്റിമെന്റ് മാറി എന്നുള്ളത്. സോ നിങ്ങൾ ആ ഒരു പൊസിഷൻസ് നിങ്ങൾക്ക് എക്സിറ്റ് ആവാൻ പറ്റും. ഇതേ കേസ് തന്നെയാണ് സെൽ സൈഡിലോട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ 40 എന്നുള്ള റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ആയി നിങ്ങൾക്ക് ഈ പറഞ്ഞ താഴോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും, അത് കഴിഞ്ഞ് ഒരു ടൈം ഓഫ് പീരീഡ് കഴിഞ്ഞ് ഈ പറഞ്ഞ RSIയുടെ 40ന്റെ അകത്തോട്ട് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻഡിക്കേഷൻ കിട്ടിയത് മാർക്കറ്റ് വീണ്ടും ആ ഒരു സ്ട്രെങ്ത്, സെല്ലിംഗിൽ ഉണ്ടായ സ്ട്രെങ്ത് നഷ്ടപ്പെട്ടു എന്നുള്ളത്. സോ കൺഫർമേഷൻ നമുക്ക് എപ്പോഴാണ് കിട്ടുക, അഗെയിൻ മാർക്കറ്റ് ആ ഒരു റേഞ്ചിലോട്ട് വന്ന് അഗെയിൻ മാർക്കറ്റ് ആ ഒരു റേഞ്ചിനെ റെസ്പെക്ട് ചെയ്ത് റെസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റേഞ്ചിൽ നിന്ന് എന്ത് ചെയ്യാം, ആ ഒരു പൊസിഷൻസ് എക്സിറ്റ് ആവാം. സോ 3 തരത്തിൽ ഈ പറഞ്ഞ എക്സിറ്റ് പൊസിഷൻസ്, എക്സിറ്റ് ഈ പറഞ്ഞ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് RSI യൂസ് ചെയ്ത് എക്സിറ്റ് ആവുന്നതിനേക്കാൾ ബെറ്റർ എപ്പോഴും ഈ പറഞ്ഞ ഒന്നുകിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ്, അതല്ലാന്നുണ്ടെങ്കിൽ
പ്രീവിയസ് സ്വിങ്സ്, അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി എക്സിറ്റ് ആവാന്നൊക്കെ ഉള്ളതാണ്. RSI ഈ പറഞ്ഞ ഏത് ഇൻഡിക്കേറ്റർ ആവട്ടെ നിങ്ങൾ ഒരു സിഗ്നൽ ആയിട്ട് ഒരിക്കലും യൂസ് ചെയ്യരുത്. അതൊരു ഇൻഡിക്കേഷൻ തരുന്ന ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആയിട്ട് മാത്രം നിങ്ങൾ കാണുക. സോ ബേസിക്കലി RSI എന്ന് പറയുന്ന ടൂള് ഇതാണ്. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവൽ, ഇത് വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഒരുപാട് അഡ്വാൻസ് ഫീച്ചേഴ്സും കാര്യങ്ങളും അല്ലാണ്ടെങ്കിൽ ഒരുപാട് അഡ്വാൻസ് ലെവലിൽ നമുക്ക് ഈ ഒരു RSIയെ ഉപയോഗപ്പെടുത്താൻ പറ്റും സ്വിംഗ് ട്രേഡിന്, അതുപോലെ തന്നെ നമ്മുടെ പൊസിഷണൽ ട്രേഡിന്, അതുപോലെ തന്നെ നമുക്ക് ഡേ ട്രേഡിനൊക്കെ. സോ നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വീഡിയോയുടെ കമന്റിൽ നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ടുകൾ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കമന്റ് ചെയ്ത് അറിയിക്കാൻ പറ്റും. സോ ഞാൻ എന്തായാലും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച ആ ഒരു ടൂള്, അതായത് ഫിബൊനാച്ചി എന്ന് പറയുന്ന ആ ഒരു ടൂള് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. സോ അത് മറ്റൊരു ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഈ പറഞ്ഞ ഒരു ടൂളാണ്, വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. സോ ആ ഒരു ടൂളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ RSI എന്തായാലും ഞാൻ തൽക്കാലത്തോട്ട് റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, RSI ഞാൻ എന്തായാലും റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇൻ കേസ് നമ്മൾ ഈ ഒരു റാലി കംപ്ലീറ്റ് മിസ് ചെയ്തു, ഈ ഒരു ബ്രേക്ക്ഔട്ട് നമ്മൾ മിസ് ചെയ്തു, കംപ്ലീറ്റ് ഈ ഒരു റാലി മിസ് ചെയ്തു. സോ നമുക്ക് തിരിച്ച് ഈ ഒരു ട്രേഡിന്റെ അകത്ത് സേഫ് ആയിട്ട് എപ്പോഴും എൻ്റർ ആവണം എന്നുള്ളതാണ്. നമുക്ക് ഈ പറഞ്ഞ ഫിബൊനാച്ചി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇൻഡിക്കേഷൻ ആണ് കിട്ടുക. സോ ഫിബൊനാച്ചി നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും, ഈ ഒരു റേഞ്ചിൽ നിന്ന് റാലി സ്റ്റാർട്ട് ചെയ്തു, മാർക്കറ്റ് ഈ ഒരു റേഞ്ച് എത്തിയപ്പോഴാണ് ഉണ്ടായത്, ഈ ഒരു റേഞ്ച് എത്തിയപ്പോഴാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുള്ളത്. എക്സാക്ട് ആ ഒരു ഫിബൊനാച്ചിയുടെ ഗോൾഡൻ സോണിൽ മാർക്കറ്റ് വന്നു. മാർക്കറ്റ് ഈ പറഞ്ഞ മൊമെന്റം തിരിച്ചെടുക്കുന്നു, കണ്ടിന്യൂസ് അപ്പ് മൊമെന്റം മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, കീപ്പ് ചെയ്യുന്നു. സോ ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള മറ്റൊരു ട്രേഡിംഗ് ടൂളാണ് ഈ പറഞ്ഞ ഫിബൊനാച്ചി എന്നുള്ളത്. അത് കഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിൽ നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ പോലും ഓൾമോസ്റ്റ് 1000 പോയിന്റ്സിന്റെ മൊമെന്റം ഓൾറെഡി ബിറ്റ്കോയിൻ തന്നു കഴിഞ്ഞു ഓൾറെഡി. സോ ആ ഒരു വീഡിയോ ഫിബൊനാച്ചി എന്താണെന്നോ അതല്ലാന്നുണ്ടെങ്കിൽ ഫിബൊനാച്ചി എങ്ങനെ പൊട്ടൻഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാന്നുള്ള ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. സോ സ്ക്രീനിൽ കാണുന്ന ആ ഒരു വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വാച്ച് ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തായാലും കാണാം.